40 ദിവസമായി ഫോറസ്റ്റ് ഫുള്ളും സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളോട് കുട്ടിമാരല്ലാതെ അത് പോയല്ലേ നമുക്കെല്ലാം വേദന തന്നെ. ഫോറസ്റ്റിൽ ഇവർ ഡ്രോൺ വെച്ച് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലേ? അപ്പോൾ എവിടെ പോയിട്ടുണ്ടായത്? ഒന്ന് വിളിച്ചു നോക്കിയാലോ. റിവാൾഡോ, അയ്യോ ദേവ നിൽക്കുന്നു. ഇപ്പൊ തമിഴകം തിരയുന്ന റിവാൾഡോയും നമ്മുടെ അരിക്കൊമ്പനും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. റേഡിയോ കോളറിട്ട് വനംവകുപ്പ് വാച്ചർമാരുടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന റിവാൾഡോയുടെ ജീവിതം മസനഗുഡിയിലെ ഈ ബൊക്കാപുരത്ത് വെച്ചാണ് 2.5 വർഷം മുമ്പ് ഞങ്ങൾ ചിത്രീകരിച്ചത്. അരിക്കൊമ്പന്റെ കേസ് പരിഗണിച്ച കേരള ഹൈക്കോടതി റിവാൾഡോയെ പോലെ അരിക്കൊമ്പനെയും റേഡിയോ കോളറിട്ട് സംരക്ഷിച്ചുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ റിവാൾഡോയുടെ ജീവിതം അരിക്കൊമ്പനും ഒരു പുതിയ ജീവിതം നൽകി. തീറ്റ തേടിയുള്ള യാത്രകൾക്കിടയിൽ മസനഗുഡി ഗ്രാമത്തിലെ ഒരു വീടിനു മുന്നിലൂടെ ആനക്കൂട്ടം പോവുക പതിവായിരുന്നു. പ്രശസ്ത വന്യജീവി സംരക്ഷകൻ ERC ദാവിദാരുടെ മകൻ മാർക്ക് ദാവിദാറിന്റെ വീടിനു മുന്നിലൂടെയാണ് ആനക്കൂട്ടം പതിവായി കടന്നുപോയിരുന്നത്. കൂട്ടത്തിലൊരു കൊമ്പൻ മാർക്കുമായി സൗഹൃദം സ്ഥാപിച്ചു. ബ്രസീലിയൻ ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ടിരുന്ന മാർക്ക് ആ കൊമ്പന് ഒരു പേരിട്ടു, റിവാൾഡോ. ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന റിവാൾഡോ പിന്നീട് മിക്ക ദിവസങ്ങളിലും മാർക്കിനെ തേടിയെത്തി. മാർക്കും അവനുമായി ആശയവിനിമയം പോലും നടത്തി. ഒരു ദിവസം തുമ്പിക്കൈയിലേറ്റ മുറിവുമായി തീറ്റയെടുക്കാനാവാതെ റിവാൾഡോ മാർക്കിനു മുന്നിലെത്തി. മാർക്ക് അവന്റെ മുറിവിൽ മരുന്നുവെച്ച് ചികിത്സിച്ച് ഭേദമാക്കി. ഇരുവർക്കുമിടയിൽ പിരിയാനാവാത്ത സ്നേഹം വളരുന്നതിനിടയിൽ മാർക്ക് അകാലത്തിൽ മരണപ്പെട്ടു. മാർക്കിന്റെ വേർപാടിന് ശേഷം മാർക്കിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന മുത്തുവുമായിട്ടായിരുന്നു റിവാൾഡോയുടെ അടുപ്പം. മാർക്ക് മരിക്കുന്നതിൻ്റെ മുന്നിൽ 2008 അറിയാൻ തോന്നുന്നു. ഈ ആന 7 or 8 എല്ലാ ആഴ്ചയും കാണലുണ്ട്. ശരിക്കും രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം ഇതിൽ പോവും. ഫ്രണ്ട് ഗേറ്റില്ല, അതാ എൻ്റെ വഴി. അതിനെ അറിയുന്ന ആളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇല്ല നടന്നു പോകുമ്പോൾ റിവാൾഡോ ഒന്ന് വിളിച്ചാൽ തിരിഞ്ഞു വരും. ഫോറസ്റ്റിൽ ഇവർ ഡ്രോൺ വെച്ച് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലേ? അപ്പോൾ എവിടെ പോയിട്ടുണ്ടായത്? മുത്തുവിനെ പോലെ മസനഗുഡിയിലെ മറ്റു പലരുമായും റിവാൾഡോ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് ഇത്തരമൊരു സൗഹൃദ കാഴ്ച ഞങ്ങൾ ക്യാമറയിലും പകർത്തി. റിവാൾഡോ, എന്നടാ ഇന്ന് വൈകിയാണല്ലോ? റിവാൾഡോ, റിവാൾഡോ, നീ അതിലെ വാടാ, ഫ്രണ്ടിലൂടെ വാ. വെള്ളമുണ്ട് അവിടെ. മെനഞ്ഞാന്ന് വന്നപ്പോൾ വെള്ളമില്ലായിരുന്നല്ലേ ടാങ്കിൽ? നിനക്ക് ദേഷ്യം വന്നോ? പിണക്ക് വന്നോ? ഞാനിന്ന് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് വെള്ളം. നീ മുമ്പ് കൂടെ വന്ന് കുളിച്ചോ? റിവാൾഡോ ഒരു ശല്യക്കാരനല്ല ആക്ച്വലി. അത്ര വലിയ ഉപദ്രവമൊന്നും ആർക്കും റിവാൾഡോ ചെയ്യാറില്ല. രാത്രിയൊക്കെ ഇങ്ങനെ കറങ്ങും, ഉള്ളിൽ വരും, വെള്ളം കുടിക്കും, പോവും. പിന്നെ ചിലപ്പോൾ രാവിലെ ഇങ്ങനെ വരും, വീണ്ടും വരും. ഈ സൈഡിലൊക്കെ വന്ന് ഇപ്പുറത്തൊക്കെ വന്ന് കുറച്ച് പുല്ലൊക്കെ തിന്ന് കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും വരുമ്പോൾ. അതെ, ഞാൻ പോവട്ടോ ഇന്ന്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരും. അപ്പോൾ കാണാം. ബൈ ബൈ. ശരിയടാ, നീ പോ. നമുക്ക് അടുത്ത ആഴ്ച കാണാം. റിവാൾഡോയുടെ തിരോധാനം ഇവർക്കും താങ്ങാൻ കഴിയുന്നില്ല. റിവാൾഡോ നമ്മൾ ഈ വാഴത്തോട്ടം ആൾക്കാരോട് നല്ലൊരു ഫ്രണ്ട്സാണ്. നമ്മളതിനൊരു ആനയായിട്ട് കാണുന്നില്ല, ഒരു കാട്ടാനയായിട്ടൊന്നുമില്ല. നമ്മൾ വീട്ടിൽ വളർക്കുന്ന ഒരു പശുമാട് അങ്ങനെ ഒരു ഇതായിട്ടാണ്
ഇവിടെ എല്ലാവരോടും പരിചയപ്പെടുന്നത്. പോയി ഒരു 40 ദിവസമായി. ഫോറസ്റ്റ് ഫുള്ളും സെർച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുവരെ അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ലൊരു ഫ്രണ്ട്സായിട്ട് പരിചയപ്പെട്ടു. കടയ്ക്ക് വരും, ഓരോ വീട്ടിലേക്ക് വരും, സമയം വരും. വലിയൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല, ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ ഒരു കുടുംബത്തിലെ ഒരാളാണ് റിവാൾഡോ. അതിലൊരു വലിയ വിഷമമുണ്ട്. പിന്നെ അത് ഇല്ലാതെ ഞങ്ങളോட കുട്ടിമാരല്ല അത് പോയല്ല നമുക്കെല്ലാം വേദന തന്നെ. തിരുമ്പി വരുന്ന് എല്ലാവരും ഒരാഴ്ചയ്ക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ റിവാൾഡോയുടെ ഫാനായിട്ടുണ്ട്, റിവാൾഡോയുടെ ജീവിതം അടുത്തെറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയാണ് പ്രമുഖ ചലച്ചിത്ര താരം ജിനു ജോസഫ്. ഞാനൊരു 2006-2007 ടൈമിൽ മസനഗുഡി പോകുന്ന ടൈം മുതൽ റിവാൾഡോനെ അറിയാം. പുള്ളി മാർക്ക് ദേവദാർ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഓൾമോസ്റ്റ് ഡെയിലി വിസിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പം അങ്ങനെയാണ് റിവാൾഡോനെ ആദ്യം കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആക്ച്വലി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ മാർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, പുള്ളി എന്തോ ഫീൽഡ്സിൽ കയറിയിട്ട് പുള്ളിയുടെ ട്രങ്കിൽ കറക്റ്റ് ആ 2 കൊമ്പിൻ്റെ ഇടയിൽ ഒരു ബുള്ളറ്റ് ഇഞ്ചറി കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ക്ഷീണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു ആനയ്ക്ക്. ഒൺലി സ്കിൻ ആൻഡ് ബോൺ. അത് തുമ്പിക്കൈ പൊക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ഓൾമോസ്റ്റ് അറ്റ് ദ വേർജ് ഓഫ് ഡെത്ത് ആയിരുന്നു. ഒരു ദിവസം മാർക്ക് എഴുന്നേറ്റിട്ട് പറഞ്ഞ് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി നേരെ ചെന്ന് റിവാൾഡോൻ്റെ വായിൻ്റെ അകത്തേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് റിവാൾഡോ തിരിച്ച് ആക്ച്വലി കെയിം ബാക്ക് ടു ലൈഫ്. അതാണ് പുള്ളി മാർക്കായിട്ടുള്ള ഒരു കണക്ഷൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ വരും. പിന്നെ ഇങ്ങനെ പറയുന്ന ഒരു ഇടയ്ക്കിടയ്ക്ക് 1 മാസം 2 മാസമൊക്കെ കാണാണ്ട് പോകും റിവാൾഡോനെ. അപ്പോൾ മാർക്ക് പറയണ ഹീസ് ഇൻ മസ്റ്റ്, ഹീസ് ഗോൺ ടു മീറ്റ് സം ലേഡീസ്. അതാണ് മാർക്ക് പറയണത് സാധാരണ. ഇപ്പം ഞാനിപ്പോൾ കണ്ടിട്ട് ഒരു കുറച്ച് 1-2 മാസമെങ്കിലും ആയിരുന്നു. ആക്ച്വലി ഓഗസ്റ്റിൽ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പോൾ പറയുന്ന പുള്ളീനെ അവിടെ നിന്ന് കാണാനില്ല എന്നല്ലേ. ഹോപ്പ്ഫുള്ളി നത്തിങ് ബാഡ് ഇസ് ഹാപ്പൻ ടു. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ആനയാണ്. ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ 40 ദിവസമായിട്ട് തമിഴ്നാട് വനം വകുപ്പ് റിവാൾഡോയെ തേടി വനമേഖലകളിലടക്കം പരിശോധന നടത്തുകയാണ്. പക്ഷേ ഫലമുണ്ടായില്ല. റിവാൾഡോ എവിടെ പോയി? മസനഗുഡിയുടെ ഒരു ഐക്കൺ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഈ ആനയെ. നമ്മുടെ മൂന്നാറിലെ പടയപ്പ ഒക്കെ പറയണത് പോലെ മസനഗുഡി എന്ന് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് റിവാൾഡോയാണ്. നമ്മൾ ഇത്രയും അടുത്ത് ഇടപഴകി ഒരു ആന ഇപ്പോൾ കാണാതായിട്ട് ഇത്രയും ദിവസമായെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ ഈ ഗ്രാമത്തിലുള്ളവരെ പോലെ തന്നെ അത് തിരികെ വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്ര നല്ല ഓർമ്മകളാണ് റിവാൾഡോ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. വിളിച്ചു നോക്കിയാലോ. റിവാൾഡോ! പുഴ കടന്ന് മലകൾ താണ്ടി കാടിറങ്ങി അവൻ വീണ്ടും വരും. ഇവിടുത്തെ ഗ്രാമീണർ പ്രതീക്ഷിക്കുന്നു റിവാൾഡോയ്ക്ക് ഒന്നും സംഭവിക്കില്ല. മസനഗുഡിയിൽ നിന്ന് ക്യാമറാമാൻ ബിനു തോമസിനും ബിനീഷുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.